ഹായ്, നമസ്കാരം. ഒരു ബ്രേക്കിന് ശേഷം കലാനികേതൻ ടീം പുതുവർഷത്തെ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരുപാട് പ്രതീക്ഷകളുടെയും പുതുവർഷം 2024. ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നത് മലയാള നാടകവേദിയിലെ ശക്തമായ ഒരു കൂട്ടുകെട്ടാണ്. നാടക രചന മുഹാദ് വെമ്പായം, സംവിധാനം സുരേഷ് ദിവാകരൻ. ഇന്ന് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമാണ്. തീർച്ചയായിട്ടും ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നിറഞ്ഞ സ്നേഹത്തോടെ ശ്രീ മുഹാദ് വെമ്പായത്തിനെയും സുരേഷ് ദിവാകരനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം രണ്ടാൾക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം 2023 തുടക്കത്തിൽ പ്രിയപ്പെട്ട മുഹാദ് മാഷുമായിട്ട് എനിക്കൊരു വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമാണ്, സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഇരുത്തിക്കൊണ്ട് എനിക്കൊരു വർക്ക് ചെയ്യണം. 2024 തുടക്കത്തിൽ അതും സാധിച്ചു. 2023 കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നല്ലൊരു വർഷം തന്നെയായിരുന്നു. കാര്യം ഇറങ്ങിയ നാടകങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ്. മൊഴി, സേതുലക്ഷ്മി, ജീവിതം സാക്ഷി, അതുപോലെ ഊഴം, അവസാനം ഇറങ്ങിയ മുഖാമുഖം. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു മാജിക്കൽ ടച്ച്? എന്നെ പോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. മാജിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് അതൊരു കഥയാണെന്ന നാടകത്തിലാണ് ആരാധന. അതാണ് ഫസ്റ്റ് നാടകം. അതെ, ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് നാടകം അതാണ്. മുഹാദ് അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാനും വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് അതൊരു കഥയാണ്. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ പിടിച്ചൊരു നാടകം. വളരെ സ്ക്രിപ്റ്റിൽ അതിന് സംസ്ഥാന അവാർഡ് 5 സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകം. അപ്പോൾ അന്ന് തുടങ്ങി ആ വർഷം ഒരു നാടകം ചെയ്തോളൂ ഞങ്ങൾ തമ്മിൽ. പിന്നെ അടുത്ത വർഷം ഒരു 3 ചെയ്തു. 3 ശ്രദ്ധിക്കപ്പെട്ടു, ഹിറ്റായി എന്ന് തന്നെ പറഞ്ഞു. അതിൻ്റെ അടുത്ത വർഷം അതൊരു 4 ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയൊരു കഴിഞ്ഞ വർഷം ഈ വർഷം 5 ഈ വർഷം 5 കഴിഞ്ഞ വർഷം സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ 7 നാടകത്തിലേക്ക് 2 നാടകങ്ങൾ നമ്മൾ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷവും 3 ലക്ഷ്യം, നായകൻ, മൂക്കുത്തി. ഇത് 3 മൂക്കുത്തി 2ാം വർഷം നാടകം കളിക്കുന്നുണ്ട്. ഈ വർഷം കളിക്കുന്നുണ്ട്, നായകൻ കളിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി ഈ വർഷം ഞങ്ങൾ തമ്മിലുള്ള 7 വർക്കാണ്. ഇപ്പോൾ റണ്ണിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് 7 നാടകങ്ങൾ, 7 വെറൈറ്റി ആയിട്ടുള്ള നാടകങ്ങളാണ്. അതുപോലെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഇത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ അനൗൺസ് ചെയ്യുന്ന നാടക രചന മുഹാദ് വെമ്പായം, സംവിധാനം സുരേഷ് ദിവാകരൻ. ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക്. അതെന്താണ് ആദ്യം അതിന്റെ കെമിസ്ട്രി എന്താണെന്ന് മുഹാദ് പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒന്നും പറയല്ല, ഞാൻ എല്ലാം പറഞ്ഞില്ലാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരാളുമായിട്ട് കെമിസ്ട്രി ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് ഒരു കെമിസ്ട്രി ഉണ്ടായി വരില്ല. പിന്നെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഏട്ടനും ഞാനുമായിട്ട് ആദ്യത്തെ നാടകം ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് നാടകം ചെയ്യുന്ന സമയത്തും സുരേഷ് ഏട്ടൻ്റെ നമ്മൾ ഫസ്റ്റായിട്ട് സഹകരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്. അപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ പാറ്റേൺ ആദ്യം നമ്മൾ വേറൊരു കഥയാണ് പറഞ്ഞത്. രണ്ടാമത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പാറ്റേൺ ഉള്ള ഒരു സാധനം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതെനിക്ക് പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഈ കഥ അതൊരു കഥയുടെ ഫുൾ സ്റ്റോറിയല്ല, ആ പാറ്റേൺ അതിനൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞു. സാധനം കൊള്ളാം, ഐഡിയ കൊള്ളാം, പക്ഷേ രണ്ട് പടത്തിനകത്ത് ഈ നാടകം വർക്കൗട്ടാക്കി എടുക്കാൻ പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുതിയ സംവിധായകൻ നമ്മൾ ഒരുമിച്ച് ആദ്യത്തെ ഒരു പുതിയ വർക്ക് ചെയ്യുന്ന സുരേഷ് ഏട്ടന് മുമ്പ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ ഇത് കേട്ടിട്ട് ഭയങ്കര ത്രില്ലായി. അതൊരു വൈബാണ്. മീൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയ ഒരു സാധാരണ ഗതിയിൽ നിന്ന് വേറിട്ടുള്ളൊരു പാറ്റേൺ ആദ്യ നാടകത്തിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സംവിധായകന് ഒരു സംശയമില്ലാതെ ഇത് നല്ല പാറ്റേൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു പരസ്പര ഒരു ധാരണയുടെ അടിസ്ഥാനം വന്നു. പിന്നീട് ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ഈ നാടകങ്ങൾ നിരന്തരം ചെയ്തു പോയിരിക്കുമ്പോൾ പിന്നെ നാടകങ്ങൾ ചെയ്തു വരുമ്പോൾ സുരേഷ് ഏട്ടൻ എങ്ങനെയാണ് ആ നാടകം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒരു സീൻ ഡെവലപ്പ് ചെയ്താൽ സുരേഷ് ഏട്ടൻ അത് എങ്ങനെയായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. എനിക്ക് ഇമോഷണൽ ഏരിയാസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, തെളിയിച്ചിട്ട് കൊണ്ടല്ലോ. അപ്പോൾ അത് നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധനം ഉണ്ടായി വരികയും ഇപ്പം നമുക്കൊരു കഥ പ്ലാൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോഴത്തേക്ക് ഒരു സീൻ പാറ്റേൺ വരുമ്പോൾ എനിക്കറിയാം ഇത് ചിലപ്പോൾ സുരേഷ് ഏട്ടന് എതിരഭിപ്രായം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് എന്ന്. ഇത് ആരും പറഞ്ഞു തന്നിട്ടല്ല, നമ്മൾ ചെയ്തുണ്ടായി വരുന്നതാണ്. എന്തുകൊണ്ടോ നമ്മൾ രണ്ടുപേരുടെയും ഈ പ്രൊഫഷണൽ നാടകങ്ങളിൽ നമ്മുടെ രണ്ടുപേരുടെയും ഒരു മാനസിക ആ ഒരു വൈബ് ഏതാണ്ട് ഒരുപോലെയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഞാൻ പറഞ്ഞില്ലേ, മുഖാദ് ഒരു തോട്ട് പറയുമ്പോഴത്തേക്ക് ഇല്ല ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം സ്പാർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം
അപ്പോൾ ഞാൻ അതിന്റെ വിഷ്വൽ അങ്ങ് കാണും, വിഷ്വൽ മനസ്സിലാക്കാം. നമുക്ക് സ്റ്റേജിൽ ഇത് എങ്ങനെ, അപ്പൊ അതിന്റെ ഇമോഷൻസ് ഒരു തോട്ട് ചേട്ടാ ഇന്നൊരു പ്രശ്നം നമുക്ക് ഇന്ന് പത്രത്തിൽ വന്നൊരു സംഭവം വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു, വേറെ രീതിയിലാക്കി. അപ്പൊ മൊഴിയൊക്കെ അങ്ങനെ വന്നത് ആക്ച്വലി ഇത് സംഭവിച്ച നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം തീരുമാനം കൊല്ലത്തൊക്കെ സംഭവിച്ചിട്ട് പോലീസ് മർദ്ദനം. മൊഴി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൊഴി ഒരു രാത്രി 12-12:30 മണിയൊക്കെയാണ് എനിക്കൊരു വാർത്ത വായിച്ചത് ഓൺലൈനിൽ വന്നപ്പോൾ ഞാൻ ലിങ്ക് സുരേഷ് ചേട്ടാ ഇത് ഒരു നാടകമുണ്ട് ഇതിനകത്ത് എന്ന് പറയും. അത് അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ അവസാനം അല്ല മൊഴിയുടെ ഫസ്റ്റ് കഥ കേൾക്കാൻ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വരുന്നു, പ്രൊഡ്യൂസേഴ്സ് വരുന്നു, പക്ഷെ അതിന് മുമ്പ് ഈ ഒരു 12 മണിക്ക് മുഹാദിനെ എവിടെയോ സ്പാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരിക. അപ്പൊ ഞാൻ വാർത്ത ഞാൻ കേട്ടിട്ട് ഞാൻ അപ്പൊ വിളിക്കുക മുഹാദ് ഇത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നൊരു സംഭവം, ഞാനിത് നമുക്കത് വർക്കൗട്ട് ആയേക്കൊള്ളാം. അപ്പൊ അവിടെ തുടങ്ങി കെമിസ്ട്രി, മനസ്സിലായില്ല. അപ്പൊ ഒരു തോട്ട് മുഹാദ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വീണു. അവിടെ നിന്ന് പിന്നെ എനിക്കറിയാം മുഹാദ് ഒരു തോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരാം, അതിന്റെ ഇമോഷൻസ് എങ്ങനെ വരാം, അതെങ്ങനെ ഇമോഷൻസ് ലോക്ക് ചെയ്യും, എങ്ങനെ ഇത് പോകും, ഇതിൻ്റെ എൻഡ് എവിടെ കൊണ്ടുപോകും എന്ന് വെച്ചാൽ മുഖാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഒരു ചേട്ടാ നമുക്കൊരു ലൈഫ് നാടകം ചെയ്യാം എന്ന് പറയും, നമുക്കൊരു ലൈഫ് വലിയ ബഹളമൊന്നും, പക്ഷെ ആ ലൈഫ് നാടകവും ഇങ്ങനെ പോയിട്ട് അതിനൊരു വല്ലാത്തൊരു ടേണിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ നാടകം പലതും പല പേറ്റയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രേക്ഷകർ നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അതാണ്, വ്യത്യസ്തമായ നാടകങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് എനിക്കത് 2023 നിങ്ങളാ കൂട്ടുകാരുടെ ആദ്യ നാടകം എന്ന് പറയുന്നത് മൊഴി, തിരുവനന്തപുരം അജന്ത തിയേറ്ററിൻ്റെ മൊഴി എന്ന നാടകം. അത് എനിക്ക് തോന്നുന്നു നമ്മളെ മുത്തിപ്പാറ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് നാടകം തുടങ്ങി വെക്കുന്നത്. ആ മൊഴി എന്നൊരു നാടകത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്? മൊഴി നാടകത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സമിതിയാണ് ഭയങ്കര റിസ്ക് ആയിരുന്നു. നമുക്ക് ഒരു ഫസ്റ്റ് സമിതി ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി തുടങ്ങുക, അത് ലാൻഡിങ് എന്ന് പറഞ്ഞ വലിയ വിഷയം. അപ്പോൾ അങ്ങനെ അജന്ത എന്ന് പറയുന്നൊരു പേര് അവർ സ്വീകരിക്കുകയും അങ്ങനെ ഷൈജു ആണ് പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്താണ്. പുള്ളി ഗൾഫിലായിരുന്നു ആ സമയത്ത്, കൂടെ ഉണ്ട്, ഇപ്പോൾ സമിതിയുടെ കൂടെ ഉണ്ട് പുള്ളി. അന്ന് ഗൾഫിൽ ഇരുന്നിട്ടാണ് പുള്ളി കണ്ടക്ട് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം കൂട്ടിയത്. പുള്ളി ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഒരു ലാൻഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. പരമാവധി ഞങ്ങൾ ഏത് പ്രൊഡ്യൂസേഴ്സ് ആദ്യം വന്നാൽ നിരുത്സാഹപ്പെടുത്താറാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് കുറേ പണ്ട് ഇവിടെ പുള്ളി ഒരുപാട് സമിതിയിൽ അഭിനയിച്ചുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയാമെന്നുള്ളതുകൊണ്ട് പുള്ളി ഇത് ഉറച്ചു തന്നെ നിന്ന് ചെയ്യണം എന്നുള്ളത്, നല്ലൊരു സമിതി ഇറക്കണം എന്നുള്ളത്. അങ്ങനെയാണ് മൊഴി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ മുഹാദ് പറഞ്ഞ 12 മണിക്ക് പറഞ്ഞ ആ സ്പാർക്കിൽ നിന്നാണ് സംഭവം. 12 മണിക്ക് മുഹാദ് ഒരു സബ്ജക്റ്റ് പറഞ്ഞായിരുന്നു, ആ സ്പാർക്കിൽ നിന്നാണ് മൊഴി ജനിക്കുന്നത്, മൊഴി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം മുഹാദ് ഏത് സ്ക്രിപ്റ്റ് എഴുതിയാലും ആദ്യം എൻ്റെ സീൻ ഓർഡർ ഉണ്ടാക്കും. ആദ്യം എൻ്റെ ത്രെഡ് എൻ്റെ അടുത്ത് പറയും. ത്രെഡ് പറഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഞാൻ സീൻ ഓർഡർ ആക്കാമെന്ന് പറയും. അപ്പോൾ സീൻ ഓർഡർ ആക്കുന്നതാണ് മുഹാദ് ടൈം എടുക്കുന്നത്. ഒരു 10-15 ദിവസത്തെ ടൈമിങ് വളരെ ചിന്തിച്ച് ആ സീൻ ഓർഡർ ആക്കിയാൽ അത് എനിക്ക് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറയും. എന്നിട്ട് പറയും പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കാൻ. അത് എനിക്കാണ് ഓരോ റൈറ്റേഴ്സും ചെയ്യാറുണ്ടോ എന്നുള്ള സംശയമല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയും ഇതാണ് ത്രെഡ്. ആദ്യം ത്രെഡ് പറയും, സീൻ ഓർഡർ വായിച്ച് കേൾക്കും. അപ്പോൾ സീൻ ഓർഡർ അവർക്ക് ഇതായിക്കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇനി എഴുത്തിലോട്ട് കിടക്കട്ടെ എന്ന് പറയും. ഓക്കെ നിങ്ങൾ കടന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ ഒരു രണ്ട് ടൈമിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, നിരന്തരമായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് വേണമെങ്കിൽ ഒരു എഴുത്തുകാർ ഞാൻ സ്വീകരിക്കുന്ന ഒരു തന്ത്രമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ത് തന്ത്രമെന്നല്ല, അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഉദയൻ ഒരു നാടക സമിതി പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ ഉദയൻ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം ഉദയൻ ചെയ്യാൻ പോണ നാടകത്തിൻ്റെ കഥ എന്താണ്. തീർച്ചയായിട്ടും. അപ്പം ഇത് മുൻകൂട്ടി കഥ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രൊഡ്യൂസർക്കും, അങ്ങനെ ആഗ്രഹിക്കാത്ത അപൂർവം ആൾക്കാരുണ്ട്. ബാക്കി എല്ലാ മനുഷ്യർക്കും കഥ കൃത്യമായിട്ട് ഇതുപോലെ സീൻ ഓർഡർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇതാണ് സീൻ ഓർഡർ, ഇത് ഓക്കെയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നാടകം ഉണ്ടായി കഴിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പിന്നീട് പ്രൊഡ്യൂസർ. അപ്പോൾ അതുകൊണ്ട് ഏത് പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് പുതിയ സമിതി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു പ്ലോട്ട് ഉണ്ടാക്കി. ചിലപ്പം സീൻ ഓർഡർ ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന സീൻ ഓർഡർ ആയിരിക്കില്ല പ്രൊഡ്യൂസർ കേൾക്കുന്നത്. അപ്പോൾ സുരേഷേട്ടൻ്റെ അഭിപ്രായം ഉണ്ടാവും, മോനെ ആ ഏരിയ കുറച്ച് വീക്കാണോ എന്ന് സംശയം ഉണ്ടാവും. സുരേഷേട്ടൻ പിന്നെ വളരെ മിതഭാഷയാണ്, അപ്പോൾ എന്നാലും സുരേഷേട്ടന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്ന ആ വാക്കുകൾ എനിക്ക് മനസ്സിലാവും. ആ ഏരിയ പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് രൂക്ഷമായിട്ടൊന്നും പല ഡയറക്ടർമാരും പല രീതിയിലാണ്. അപ്പം ഇപ്പോൾ സുരേഷേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷേട്ടൻ വളരെ ശക്തമായ ഭാഷയിൽ ഒന്നും സംസാരിക്കുന്ന ഒരാളല്ല നമ്മളോടൊക്കെ. പക്ഷേ
ആ ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലാവും. അത് അങ്ങനെ. അപ്പം ഇത് പ്രൊഡ്യൂസർക്ക് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ട് നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറും ഞാൻ നിർമ്മിക്കാൻ പോകുന്ന നാടകം എന്താണ് എന്ന് അറിഞ്ഞുകൂടാതെ വരില്ല. അല്ലെ, സ്ക്രിപ്റ്റ് നമ്മൾ 95% പൈസ മുടക്കുന്ന ആൾ, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ അറിഞ്ഞിരിക്കണമല്ലോ. പ്രൊഡ്യൂസർ അറിഞ്ഞിരിക്കണം എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷൈജു എന്ന് പറയുന്ന ഈ അജന്തയായിട്ട് സംസാരിക്കുമ്പോൾ ഗൾഫിൽ ഇരുന്നിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മൾ പറയുമായിരുന്നു. നമ്മൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്നതാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാഗതി. അപ്പോൾ ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത കഥാഗതിയെ കുറിച്ച് മുഖാതെ പറയും, ചേട്ടാ അടുത്ത സീൻ ഇങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ ഓർഡർ ഇതാണ്. അപ്പം ഞാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് മറ്റടുത്ത് പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിയാവും എന്ന് എൻ്റെ സംശയം പറയും. ചേട്ടാ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോ സീൻ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത സീനിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ട് ഇത് തന്നെയാണ് പ്രൊഡ്യൂസർ മൊഴി നല്ല ഡിസ്കഷനിലൂടെ ഉണ്ടായത്. അതുപോലെ അതിനകത്ത് നമ്മുടെ പ്രൊഡ്യൂസറിൽ ഒരാളായ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ സൈജു അണ്ണൻ ആ കഥയുടെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ സൈജു അണ്ണൻ ചില ആഗ്രഹങ്ങൾ പറഞ്ഞു. ഈ സാധാരണഗതിയിൽ പ്രൊഡ്യൂസർമാർ ഇടപെടുക എന്നുള്ളതല്ല, ഭയങ്കര ആവേശം ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ ഈ സൈജു അണ്ണൻ. നമ്മൾ ഭയങ്കര ആവേശം ഇതിനോടുള്ള ഒരാളാണ്, ഭയങ്കര വികാരഭരിതനാണ് പുള്ളി. ഈ നമ്മൾ ഈ കഥ പറയുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നേക്കാൾ കൂടുതൽ കഥ കേട്ടിട്ട് പുള്ളി സങ്കടപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം. അപ്പോൾ ഞങ്ങളത് സംസാരിച്ചിട്ട് നാടകത്തിന് ഗുണമെന്ന് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ കൂടി ചില സജഷൻസ്, നാടകത്തിന് ഗുണം ആണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് പറ്റുന്നെന്ന് പറഞ്ഞാൽ, നാടകം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർക്ക് ആദ്യാവസാനം നാടകത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപൂർവമായിട്ട് മാത്രമേ സ്ക്രിപ്റ്റ് പൂർണ്ണമാകാതെ, അത് മൊത്തം നമ്മൾ ചെയ്ത നാടകങ്ങൾ 2-3 നാടകങ്ങൾ മാത്രമാണ്. ഈ ലാസ്റ്റ് മുഖാമുഖത്തിന് അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ ഒരു പ്രധാന കാരണം പറഞ്ഞത് മുഖാമുഖ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യമുള്ളത്. മുഖാമുഖ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു 8 സീൻ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു മുഖാദിൻ്റെ ഇച്ചിരി പ്രശ്നം വന്നു, ബാപ്പയുടെയൊക്കെ ചെറിയ പ്രശ്നം വന്നിട്ട് 1 മാസം ഒന്ന് പുള്ളി ലോക്കായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് പുള്ളി പെട്ടെന്ന് റെഡിയാക്കി നാടകം നടന്നുകൊണ്ടിരിക്കുക. ഒരു 7-8-9 സീനോളം ഇങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതി ഏതാണ്ട് 2 ദിവസം പിന്നെ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ, ക്ലൈമാക്സിനോട് അടുത്താണ്. അപ്പം ക്യാമ്പിൽ ഒരു ദിവസം രാവിലെ 10 മണിക്ക് മുഖാതെ ഫോൺ ചെയ്തിട്ട് പറയണം, ചേട്ടാ എവിടെ ക്യാമ്പ് നടക്കുകയാണ്? ഞാൻ നടക്കുകയാണ്, ഒന്ന് ഞാൻ അതുവരെ വരാം, ഒരു കാര്യം സംസാരിക്കാം, അത് ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞു. എന്താണെന്നൊരു പിടിയും. അപ്പോൾ റിഹേഴ്സൽ നടന്നിരിക്കുന്ന പുള്ളി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ മാറ്റി, ചേട്ടാ ഇതൊന്ന് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റി, നിർത്തിവെക്കാൻ പറ്റുമോ? നിർത്തിവെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് കിടക്കണം, ഇത് കിടക്കണം. ഒന്നാമത് ടൈം നമ്മൾ ഓണം കഴിഞ്ഞു പോയി. സംഭവം അതെന്ത് പറ്റി അല്ലാട്ടോ, ഒരു വിഷയമുണ്ട്. അത് ഇപ്പോൾ ഇറങ്ങിയ ഒരു നാടകമായിട്ട് ഇറങ്ങാൻ പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങാൻ പോകുന്നു നാടകമായിട്ട്. ഈ സബ്ജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിന് ബന്ധം ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയമില്ല. അല്ലാട്ടോ, അത് ചെയ്യുന്നത് ശരിയല്ല. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇറങ്ങിയിട്ടാണ് നമ്മളെ ഇറങ്ങണം. തീർച്ചയായിട്ടും ഇതൊരു കോപ്പിയാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ അവിടെ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരറിയാതെ നിങ്ങൾ നാടകം ഇറക്കായിരുന്നു. ഞാനല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പം പറഞ്ഞു ഇല്ല കേട്ടാ, ഇത് നമ്മുടെ സംഭവം പോകുന്നതും ആ ലെവലിലേക്കാണ്. അതിന്റെ മെയിൻ ത്രെഡ് വേറെ ഒന്നും ബന്ധമില്ല. പ്രധാനപ്പെട്ട ഏരിയകൾ ചിലത് കവർ ചെയ്ത് പോകുന്നു. പക്ഷെ ആ ഏരിയ പ്രശ്നമാണ്. ആ ഏരിയ അതുമായിട്ട് പ്രശ്നമുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ ബ്ലോക്ക് എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പ്രൊഡ്യൂസർ രാജേൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി പിന്നെ എന്തിനും ബില്ലിങ്ങനെ അപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒന്ന് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതൊരു 6-7 ദിവസം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ മുഖാമുഖത്തിലേക്ക് പുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ റൈറ്റേഴ്സും ആർട്ടിസ്റ്റുകളെ കൂടെ നിന്നില്ലേ, നിങ്ങളുടെ കൂടെ ഒപ്പം നിന്നില്ല. ഓരോ റൈറ്റേഴ്സും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ ഇനി പുതിയ ത്രെഡ് ഉണ്ടാക്കി, പുതിയ സംഭവം ഉണ്ടാക്കി, പുതിയ എന്ത് പ്രശ്നമാണെന്നറിയാം. സീൻ ഓർഡർ ഉണ്ടാക്കി ആദ്യം കഥ കണ്ടുപിടിക്കണം, ത്രെഡ് ഉണ്ടാക്കണം, ത്രെഡിൽ നിന്ന് സീൻ ഓർഡർ ഉണ്ടാക്കണം, സീൻ ഓർഡറിൽ നിന്ന് നമ്മൾ ഡയലോഗ് എഴുതി സീനാക്കണം. ഭയങ്കര പ്രശ്നമല്ലേ അത്. ഈ നമ്മൾ ഞാനതിൻ്റെ ആ നാടകം ഏതാണെന്നുള്ള അതിൻ്റെ സംവിധാനോട് പറഞ്ഞിട്ടുണ്ട്. രാജുവേട്ടൻ ചെയ്ത കൂടെയുണ്ടെന്ന് പറഞ്ഞ നാടകം. അപ്പോൾ സരിയുടെ അപ്പോൾ അന്ന് രാവിലെയാണ് ഞാനത് അറിയുന്നത്. അപ്പം ഞാനാകെ ഇപ്പോൾ കഥ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് കഥ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഏതാണ്ട് കഥാഗതിയിൽ സാമ്യമുണ്ട്, മുഹൂർത്തങ്ങളൊക്കെ വേറെയാണെങ്കിലും. അപ്പം നമ്മൾ വേണമെങ്കിൽ മിണ്ടാതെ നമുക്കത് ചെയ്യാം, ഒന്നും സംഭവിക്കാൻ. പക്ഷേ 2 പേരെയാണ് ചതിക്കുന്നത്. ഒന്ന് നമ്മളെ വിശ്വസിച്ച് പൈസ തന്ന വീരളൻ രാജൻ എന്ന് പറയുന്ന ശ്രീധന്യയുടെ പ്രൊഡ്യൂസറേയും, ഒന്ന്
സരികയുടെ പ്രൊഡ്യൂസർ സുബേർ രണ്ട് മനുഷ്യർക്ക്. അപ്പോൾ നമ്മളൊന്ന് ഇതിന് ഒരു 2 ആഴ്ച കൂടെ എനിക്ക് തരാൻ തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. വലിയൊരു അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മളെടുക്കുന്ന ചില താല്പര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ അതിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ബുദ്ധിജീവിപരമായ ചില നാടകങ്ങൾ അങ്ങനെ നമ്മൾ കൊമേഴ്സ്യൽ എങ്ങനെ ഇത് കച്ചവടം ചെയ്യാം, എങ്ങനെ ഇത് കാശ് നല്ല കാശാണ് ഇപ്പോൾ പഴയതുപോലെ അല്ല. പിന്നെ അറിയാം പ്രോപ്പർട്ടി പ്രൊഡക്ഷൻ ഭയങ്കര കോസ്റ്റ്. സിനിമ എടുക്കുന്ന കാശിലേക്ക് അജന്തയുടെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് നാടകം ചെയ്തു ഊഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദത്തിൻ്റെ ബൈജു പ്രൊഡ്യൂസർ നമ്മളടുക്ക സമീപിക്കുമ്പോഴത്തേക്ക് ഡേറ്റയെ സമീപിക്കുന്നു. ആർട്ടിസ്റ്റെല്ലാം പലയിടത്തായി നമുക്ക് ആകെ. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് മുഹാദ് പറഞ്ഞു ചേട്ടാ നമുക്ക് ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു നാടകം ചെയ്യും, സോഷ്യൽ സബ്ജക്റ്റ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെയ്യുകയാണ്. അപ്പം സമിതി ഒന്ന് വീക്കാണ്. നല്ല സമിതി ആയിരുന്നു, നല്ല പേപ്പറുള്ള സമിതി. അപ്പം നമുക്കത് ചെയ്യാം. അപ്പം അവരാലോചിച്ചിട്ട് അവർ പറഞ്ഞു അത് വേണ്ട, നഷ്ടമായിരുന്നാലും ലാഭമായിരുന്നാലും നമുക്ക് ഇത് വേണ്ട, സോഷ്യൽ സബ്ജക്റ്റ് വിട്ടിട്ട് നമുക്ക് റിച്ച് ആയിട്ടുള്ള നാടകം. അങ്ങനെ അത് എന്ത് ചെയ്യാം? പഴയ സബ്ജക്റ്റുകൾ, ചരിത്രപരമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല സബ്ജക്റ്റുകൾ ആലോചിച്ച് അതിലേക്കൊന്നും പറ്റില്ല. അവസാനം മുഹാദ് പറഞ്ഞു. അപ്പോൾ ഇവരെടുത്ത് പറഞ്ഞു ഇന്നത് ചെയ്യാം. അപ്പോൾ അവർ അല്ല അത് വേണോ, ഇപ്പോഴത്തെ ചെയ്യുമ്പോഴത്തേക്ക് അത് മഹാഭാരതം ഇതൊക്കെ ഇപ്പോൾ പിടിക്കണോ, അത് വേണ്ട. ഇങ്ങനെ ചിന്തയായിട്ട് മുഹാദ് അവസാനം എൻ്റെ അടുത്ത് ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടാ എന്ത്, ഞാനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കും, ഒരു സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ശരി. അങ്ങനെ മുഹാദ് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ് ഈ ഊഴം എന്ന് പറയുന്നത്. ബിഗ് ബഡ്ജറ്റ് നാടകമാണ്, ഈ വർഷത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് നാടകം. അത് ശരിക്കും എനിക്ക് വെല്ലുവിളി എന്നൊരു നാടകം. അതായത് കാഴ്ചയ്ക്ക് ഭയങ്കര അത് മുഖാത് ഇങ്ങനെ അതിൽ സീനിൽ ഇട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഇന്നെന്നുള്ള. ശരിക്കും എനിക്ക് ഇച്ചിരി നല്ല പണിയെടുക്കേണ്ട ഒരു നാടകമാണ് ഊഴം എന്നുള്ളത്. ഒരു ബിഗ് ബഡ്ജറ്റ്, ഒരു കലാനിലയം, മിനി കലാനിലയം പോലെയാണ്. അപ്പോൾ അത് അവരാവശ്യപ്പെട്ടത് കൊണ്ട് ആ ബഡ്ജറ്റിൽ ചെയ്തതാണ്. ബഡ്ജറ്റ് തന്നെയാണ് അത്, ഇച്ചിരി ബഡ്ജറ്റ് ആയതാണ്. പിന്നെ അതിലെ ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും അവരിത് ചെയ്യൂലേ നല്ല ടെക്നിക്കൽ ഇതൊന്നും ചിന്തിക്കാതെയാണ് ചെയ്തത്. പക്ഷെ വിജയം കടമ്പേരിച്ചേട്ടൻ, അനിൽമാള, ഇവർ ഈ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാം ഉണ്ടല്ലോ അസാധ്യമായിട്ട്. അതായത് അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റിനെ ഒക്കെക്കാൾ പ്രാധാന്യമാണ് അല്ല ടെക്നിക്കൽ കലാകാരന്മാർ. അവരുടെ എഫർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് നമ്മൾ അതിശയിച്ചു ചെയ്ത ഡിലേ ഇല്ലാതെ കറക്റ്റ് സീൻ 2 മണിക്കൂർ 10 മിനിറ്റ് വരെ മനുഷ്യർ അധ്വാനിക്കുന്ന വേഷം ചെയ്യണം. അല്ല ആ നാടകം നമ്മൾ സംശയിച്ചു ഇത് എങ്ങനെ വിറ്റൊഴിക്കും. പക്ഷേ ഏറ്റവും അതാണ് പറയുന്നത്, ജനത്തിന്റെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. 160 നാടകത്തിനേറെ ഇപ്പോൾ ബുക്കിംഗ് ഡിസംബർ തുടങ്ങിയുള്ളൂ. ഞാൻ അതിശയിച്ചു പോയി. അത്രയും നാടകം ആ ബിഗ് ബഡ്ജറ്റ് നാടകം റേറ്റ് മേടിച്ച് തന്നെ അവർ കളിക്കുന്നുമുണ്ട്. പിന്നെ അതേപോലെ ജീവിതസാക്ഷി എല്ലാം. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം 150-200 അടുക്കുന്നു എന്നുള്ളത്. ഇപ്പം ഈ മുഖാമുഖം തന്നെ നമുക്ക് ഒരു കുടുംബകഥയാണ്. ഒരു മദ്യപിക്കുന്ന ഒരാളിനുണ്ടാകുന്ന തകർച്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയൊരു വിഷയത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. പാലയുടെ നാടകം കഥയാണ്. 1.25 മണിക്കൂർ നേരം ഉള്ള കഥയല്ല. പിന്നെ പാലയുടെ നാടകം 2 അയൽപക്കക്കാർ, വളരെ സുഹൃത്തുക്കളായിട്ടുള്ള 2 അയൽപക്കക്കാർ തമ്മിലുള്ള ജീവിതം തുടങ്ങിയിട്ട് ആ ജീവിതത്തിൽ നിന്നാണ് ഒരു വല്ലാത്ത സാമൂഹിക ഇന്നത്തെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു. ഞാൻ തന്നെ അതിശയിച്ചു. അങ്ങനെ പോകുന്നതാണ്. അതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാമിലി നാടകം എന്നിങ്ങനെ കണ്ടു വരുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തേക്ക് പോകും. അത് തന്നെയാണ്. അതേപോലെ ഇത്തവണത്തെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പാടായിട്ടുള്ള ഒരു രചയിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളിയുള്ള ഒരു സ്ക്രിപ്റ്റാണ് സേതുലക്ഷ്മി. സംശയമില്ല കേട്ടോ. അത് സുരേഷേട്ടൻ അത് പറയാൻ പറ്റുന്നത് ഇതാണ് കെമിസ്ട്രി. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എഴുതിയ 5 നാടകങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതാണ്. 5ഉം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടകങ്ങളായിട്ടാണ് നമ്മളത് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, നാടക രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സങ്കീർണമായ ഒരു രചന അവസ്ഥ നേരിടേണ്ടി വന്നൊരു നാടകമാണ് സേതുലക്ഷ്മി. ഇത് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, പുള്ളി ഇപ്പോൾ ഇത് പറഞ്ഞു കാണില്ല. അപ്പം ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് അത് തോന്നും. എനിക്കെൻ്റെ ഉള്ളിൽ അതുണ്ട്. ഏറ്റവും നല്ലതെന്നല്ല, ഏറ്റവും അധ്വാനം കൂടുതൽ വേണ്ടി വന്ന, ഏറ്റവും പെട്ടെന്ന് എന്താ പറയുക, ഒരു വഴിവിട്ട സഞ്ചാരം ആ നാടകത്തിനകത്ത് എഴുത്തുകാരൻ പോയിട്ടുണ്ട്. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു നാടകത്തിനകത്ത് 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രധാന പ്ലോട്ടും ഒരു പ്രശ്നവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തുള്ള 7 ഉപകഥകൾ പറയുന്നുണ്ട്. ഈ 7 ഉപകഥകളും കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലൈമാക്സ് കഴിഞ്ഞ് ആൻറ്റി ക്ലൈമാക്സ്. അപ്പോൾ 7ഉം
രണ്ട് 9, ഒന്നും 10 പീസുകൾ ഈ നാടകത്തിനകത്ത് ജോയിൻ്റ് ആണ്. അത് ലോജിക്കലി ഒരുവിധം കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിച്ച സ്ക്രിപ്റ്റ് അത് ഇപ്പം സുരേഷ് ചേട്ടൻ നമ്മളവിടെ സംസാരിച്ചിട്ടല്ല പറഞ്ഞത്. ഞങ്ങൾ മാഷിന് ഓർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞു 2022 നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ 2023 അല്ലേ? കറക്റ്റ് ഞാൻ പറഞ്ഞ കാര്യം. 2-3 വർഷമായിട്ട് നമ്മളിങ്ങനെ തുടങ്ങി അതൊരു കഥ മുതൽ ഇങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാഗ്യം, അധ്വാനം, പ്രൊഡ്യൂസേഴ്സ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ 2024 ചർച്ചകൾ തുടങ്ങി നടക്കുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അതായത് തോപ്പിൽ ഫൈസ് സാറ്, NM പിള്ള സാർ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ അവസാനം എനിക്ക് തോന്നുന്നു മുഹാദ് ഒമ്പായും സുരേഷ് ടീമിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാടകത്തിനുള്ള ഒരു മാറ്റം എന്തൊക്കെയാണ്? അവരോട് ചേർത്ത് പറയരുത് എന്നുള്ളതാണ് ആദ്യത്തെ അവരെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മളെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അവരെ. ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ പ്രതിഭ കൊണ്ട് മാത്രം മലയാള നാടകവേദിയിൽ ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ച വലിയ മനുഷ്യരാണ് അവർ. ആ ഒരു തലമുറ ചെയ്തു പോയത് ഒന്നും അതിനെ തുടർന്നോ അതിന് തുല്യമായിട്ടോ ചെയ്യാൻ കഴിഞ്ഞവരല്ല ഞങ്ങൾ മീൻസ് നടപ്പ് കാലത്തുള്ള ആരും. അതൊന്നും നമുക്ക് ഒരു രക്ഷയില്ലാത്തവരെ. കാരണം വെച്ചാൽ ഇപ്പൊ നാടകം നമുക്ക് സഞ്ചാരമാണ്. ഇപ്പൊ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുന്നു. ഇത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വീട്ടിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും വന്ന് ആ എഴുത്തുകാരന്റെ ഉത്തരവാദിത്വം സകല പ്രശ്നവും ആ വീട്ടിനകത്ത് നടക്കണം. അപ്പോൾ ആ ആർട്ടിസ്റ്റുകൾ വരുന്നതും പോകുന്നതും ഈ നാടകത്തിൽ ഇപ്പോൾ ഒരു നാടകത്തിനകത്ത് ഒരു 10 പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ 10 പ്രശ്നങ്ങളും ആ വീടിനകത്ത് നടക്കുന്നതാണ്. ഇന്ന് നമുക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ പക്ക വെളിയിൽ ചാടി വേറൊരിടത്തേക്ക് പോയി ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ഒരു കഥ പറഞ്ഞിട്ട് കടപ്പുറത്ത് വെച്ച് ഇന്ന പ്രശ്നം ഉണ്ടായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ഫലിപ്പിക്കണം. നമ്മള് അവിടെ വന്നിട്ട് ആ കടപ്പുറത്തുള്ള വിഷയം ഇന്ന് ഇവിടെ കാണിക്കുക, സീൻ ടക്കണ മാറിയിട്ട് സീന് കാണിക്കുക. അത് ഭയങ്കരമാണ്. പിന്നെ അവര് നിന്നൊരു അതുപോലുള്ള മഹാരഥന്മാരായ മനുഷ്യർ നിന്നിടത്ത് നമുക്കും നിൽക്കാനും ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിങ്ങനെ നാടക സംവിധാനം എഴുത്തുകാരെന്ന് പറഞ്ഞ് സംസാരിക്കാനും പറ്റുന്നത് നമുക്ക് ആ ഇടത്ത് നിൽക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അധ്വാനവും ഭാഗ്യവും ദൈവാനുഗ്രഹവും. ആ ഒരു കാലഘട്ടത്തിലുള്ള പ്രേക്ഷകർ ഇപ്പോഴും നാടകത്തിന് തിരിച്ചു വരുന്നുണ്ട്, നാടകത്തെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹിക സാഹചര്യമല്ല ഇന്ന്. നാടകം മാത്രമല്ല, എല്ലാ മേഖലയിലും ഏത് മേഖല എടുത്തു നോക്കി ഏത് മേഖലയിലും അതിൻ്റെതായ പ്രശ്നമുണ്ട്. സിനിമ ഞാൻ ചോദിക്കട്ടെ, സിനിമ എല്ലാവരും പറയുന്നു സിനിമ ഓക്കെ, സിനിമ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ ഇതല്ല, അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ദൃശ്യ ഇത് തന്നെയാണ്. പക്ഷേ ആലോചിച്ച് നോക്കണം, പണ്ട് 200, 250, 300 മേളിൽ കളിച്ച ദിവസങ്ങൾ ഇന്ന് എവിടെ കളിക്കുന്നു? അത് മാത്രമല്ല ഇറങ്ങുന്നതിൽ എത്ര പെർസെന്റേജ് വിജയിക്കുന്നു നമ്മളറിയാം. ഇപ്പൊ മറ്റേ പടങ്ങൾ നമുക്ക് അറിയാം, ഒരു പടം ഇറങ്ങുന്നു, ഇപ്പൊ നമ്മൾ അതുപോലും അറിയുന്നില്ല. അപ്പോൾ ഈ നാടകത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം എല്ലാ വെല്ലുവിളിയുടെ ഇടയിലാണ് നാടകം നിൽക്കുന്നത്. എല്ലാ വെല്ലുവിളിയുടെ ഇടയിൽ, അതായത് സേഫായിട്ട് വീട് പൂട്ടിയിട്ട് വേണം അവൻ നാടകം കാണാൻ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ സിനിമ അവന്റെ വീട്ടിൽ അവന്റെ സൗകര്യത്തിൽ അവന്റെ സമയമുള്ളപ്പോ കണ്ടാൽ വന്നപ്പോ അവിടെ നിന്ന് മാറിയിട്ട് നാടകം ഈ പറഞ്ഞതുപോലെ നാടകം കാണാൻ 2 മണിക്കൂറാണെങ്കിലും അവനോട് 4-4.5 മണിക്കൂർ നേരത്തെ ഒരു ജോലി ചെയ്താലേ വീട്ടിൽ. പിന്നെ സിനിമയും നാടകമായിട്ടുള്ള ഒരു വ്യത്യാസം, സിനിമയ്ക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു 150, 200 ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ ഒരു കമ്മിറ്റ്മെന്റ്, ഞാൻ 200 രൂപ മുടക്കിയിരിക്കുക, പ്രശ്നമാണ്, ഞാൻ ഇത് കണ്ടിട്ട് പോകാൻ. നാടകത്തിന് അങ്ങനെ കമ്മിറ്റ്മെന്റ് ഒന്നും. അവൻ വന്നിരുന്ന് ഫ്രീ ആയിട്ട് നാടകം കാണുന്നു, ഇഷ്ടപ്പെട്ടില്ലേ അവൻ ഒരു കോട്ട് കേട്ടിട്ട് അവൻ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടില്ലേ അവൻ ഇറങ്ങിപ്പോവും. ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ പെയ്ഡ് കൺസ്യൂമർ അല്ല നാടകാസ്വാദകൻ. സിനിമയിൽ പെയ്ഡ് കൺസ്യൂമറാണ്, കാശ് കൊടുത്തിട്ട് നമ്മളത് കാണുന്നവരാണ്. ഇവിടെ അവൻ സമയം ചെലവഴിക്കുന്നു എന്ന് കരുതിയിട്ട് നാടകാസ്വാദകന്റെ ആ ഒരു കാഴ്ചയ്ക്ക് വിലയില്ല എന്നല്ല. അവന്റെ സമയം ചെലവഴിച്ച് അവൻ വന്നിരുന്ന് അവന്റെ അന്നത്തെ പരിപാടി മാറ്റി വെച്ചാണ് അവൻ വന്നിരുന്ന് കാണുന്നത്. പ്രേക്ഷകന്റെ ഒരു വിധി എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഘടകമാണ്. അല്ല, അപ്പോഴും നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമാണ്. കാരണം വെച്ചാൽ ഈ പ്രേക്ഷകൻ എല്ലാം മാറ്റി വെച്ചിട്ട് അവൻ വന്ന് ഈ അവിടെ വന്ന് നാടകം കാണാൻ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നത് കൊടുക്കണം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവിടെ നമ്മൾ പരാജയപ്പെട്ടത് പറയാനേ പറ്റൂ, അല്ലാതെ അതിൽ ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യം. പ്രേക്ഷകന്റെ സങ്കല്പത്തിനനുസരിച്ച് ചെയ്യണം എന്നാണോ സാർ? തീർച്ചയായിട്ടും. എൻ്റെ പ്രേക്ഷകനില്ലെങ്കിൽ ഇവിടെ എവിടെ നാടകം? അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, പ്രേക്ഷകൻ തന്നെയാണ് ആത്യന്തികമായ നാടകത്തിൻ്റെ. എങ്കിൽ പോലും നമ്മൾ കമേഴ്സ്യൽ നാടകം ചെയ്യുന്നവരാണ്. നമ്മൾ വേറെ ഏത് വാക്കുകൊണ്ട് പറഞ്ഞാലും വിപണനം ചെയ്യുന്ന നാടകം ചെയ്യുന്നവരാണ് നമ്മൾ അമേറ്റർ നാടകം ചെയ്യുന്നവരല്ല, നമ്മൾ എക്സ്പെരിമെൻ്റൽ നാടകം ചെയ്യുന്നവരല്ല. വിപണനം അത് ആ വാക്കാണെന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നാടകം വരുമ്പം ഈ കാഴ്ചക്കാരനേക്കാൾ മുകളിൽ
പ്രൊഡ്യൂസർ സേഫ് ആകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നാടകം ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ അപ്പം പ്രൊഡ്യൂസർക്ക് വേണ്ടി ഇപ്പം നാടകമെന്ന കലയെ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ആരാണോ കാശ് മുടക്കുന്നത് ആ മനുഷ്യൻ സേഫ് ആയില്ലെങ്കിൽ നാളെ നാടകമില്ല. അതെ അതുകൊണ്ട് തന്നെ പ്രേക്ഷകനോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ സേഫ് ആകണം. അതൊരു വിഷയം, അതത്ര നല്ലൊരു ചിന്തയല്ലല്ലോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിന്തക്കാരാണ് നമ്മൾ എന്തേ പറയാനുള്ളതിനകത്ത്. അതായത് 10, 12, 15 പേരുടെ ജീവിതം. പിന്നെ അപ്പൊ അവർക്ക് പ്രൊഡ്യൂസർ സമ്മർദ്ദത്തിലാവുമെന്ന്. ഒരു 100 നാടകം മിനിമം ഇന്നത്തെ കാലത്ത് കൊടുത്തില്ലെങ്കിൽ അടുത്ത വർഷം ആ സമിതിയിലേക്ക് ആള് വരില്ല. ആ സമിതി കയ്യിൽ നിന്ന് പോവില്ലേ? അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നിലനിൽപ്പില്ലാതായി. ഇതിന്ന് ലക്ഷങ്ങളൊന്നും മാറിക്കൊണ്ട് പോകുന്നില്ല. അവർക്ക് ഇതിനോടത്തുള്ള ഒരു ടേസ്റ്റ്, ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇതുകൊണ്ടാണ് അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് അടുത്ത നാടകം എടുക്കാനുള്ള ഒരു. പക്ഷെ അടുത്ത നാടകം ഇറങ്ങുമ്പോൾ പഴയ ബാധ്യത തീർന്നു പോലും കാണത്തില്ല. അവർ പറയുന്നത് ഇത്രേ ഉള്ളൂ, അടുത്ത നാടകം ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള. ഇപ്പം മൊഴിയുടെ പ്രൊഡ്യൂസറൊക്കെ നമ്മുടെ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കൂടുതലൊന്നും ലാഭമാണ് ഷൈജു ഒക്കെ പറഞ്ഞത്, നമുക്ക് അടുത്തത് ഇറക്കണം, ഇത് നിർത്താൻ പറ്റില്ല, അടുത്ത് ഇറക്കണം, അവരുടെ ആഗ്രഹം. അല്ല, അത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലായ്പ്പോഴും വിജയിക്കുന്നുണ്ടോ പരാജയപ്പെടുന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ പ്രൊഡ്യൂസർ സേഫ് ആകണമെന്നുള്ളത് തന്നെയാണ് കമേഴ്സ്യൽ നാടകക്കാരുടെ ഒരു കാര്യം അതിനകത്തുള്ളത്. വിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തും കാണിച്ച് വിൽക്കുക എന്നുള്ളതാണ്. അവിടെ ചില ധാർമ്മികതയും മര്യാദയും നമുക്കുണ്ട്. അത് എല്ലാ പേരും അത് പുലർത്താറുണ്ട്. ഇപ്പൊ നിൽക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും എല്ലാ പ്രൊഡ്യൂസേഴ്സും അത് കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ട്. നമ്മൾ മാത്രമല്ല, സമൂഹത്തോടൊരു മര്യാദ. ഞാൻ ഒരു 2 മണിക്കൂർ ഞാൻ പറഞ്ഞു, ഏറ്റവും മോശം എന്ന് തോന്നപ്പെടുന്ന ഒരു നാടകം ഉണ്ടെന്ന് വിചാരിച്ചു. ആ നാടകവും ഏതോ ഒരു പോയിന്റിൽ സമൂഹത്തിന് എന്തോ നല്ലത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു കമ്മിറ്റ്മെന്റ് സമൂഹത്തോട് ഓൾറെഡി നാടകക്കാരനുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സുരേഷ് ഏട്ടൻ്റെ അടുത്തൊരു കാര്യമാണ്. അതെനിക്ക് സുരേഷ് ഏട്ടൻ സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. അവസാനം ഒരുപാട് മഹാരഥന്മാരോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നവതാരയുടെ വീട്ടുവിശേഷങ്ങൾ എന്ന പ്രൊഫഷണൽ നാടകമാണ് ആദ്യ നാടകം. ഈ ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സുരേഷ് ഏട്ടൻ എന്താണ് പറയാനുള്ളത്? ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് പറയാനുള്ളത്? അത് വേറെ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ, കല തന്ന സൗഭാഗ്യം. ഗുരുക്കന്മാരുള്ള ഞാന് ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്, ഒരിക്കലും സംവിധായകൻ അല്ല. 3-4 സിനിമ ചെയ്തിട്ടില്ലേ? സിനിമ ആയിട്ടുണ്ട്, സീരിയലംഗത്തൊക്കെ സജീവ സാന്നിധ്യം. ഞാൻ ആർട്ടിസ്റ്റായിരുന്നു. ബേസിക്കായിട്ട് എനിക്ക് ആർട്ടിസ്റ്റ്, ഞാൻ അഭിനേതാവായിട്ടാണ് എനിക്ക് ഇഷ്ടവും എല്ലാം അതായത്. ഇതെങ്ങനെയെന്ന് വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സമത എന്ന് പറയുന്ന നാടക സമിതിയിൽ ഞാൻ ബോബനും മോളെയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓച്ചിറ മഹിമ വികലാംഗ വർഷം ബോവനും മോളി. അപ്പോൾ അത് കഴിഞ്ഞ് ബോവനും മോളിയും കഴിഞ്ഞിട്ട് സമതയിലേക്ക് ഞാൻ വരുന്നു. അവിടെ പ്രദീപേട്ടൻ എന്നുള്ള സംവിധായകൻ വരുന്നു. പ്രദീപ് റോയ്. അപ്പോൾ പുള്ളിയുടെ അസോസിയേറ്റ് ആയിട്ട് അന്ന് KPSC രാജ്കുമാർ. അപ്പോൾ പ്രദീപേട്ടന് എന്തോ പെട്ടെന്ന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസം വരാൻ പറ്റാതെ രാജ്കുമാറിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ രാജ്കുമാർ ഇച്ചിരി ചൂടനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായി. ഞാൻ തന്നെ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തം എൻ്റെ തലയ്ക്കായി. അങ്ങനെ പ്രതിവട്ടം വന്നപ്പോൾ ആ നാടകം നല്ല രീതിയിലായപ്പോഴത്തേക്ക് രാജ്കുമാർ അപ്പോൾ പറഞ്ഞാൽ അതെല്ലാം സുരേഷാണെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ പ്രതിവട്ടം എൻ്റെ കൂട്ടത്തിൽ. നീ പറഞ്ഞ ഞാൻ മടിയനായിരുന്നു, ഞാൻ പോകാൻ. ആ ഉത്തരവാദിത്തം ഇപ്പം എങ്ങനെ തോന്നുന്നു? അല്ല പ്രതിവട്ടനാണ് എന്നെ ഈ പണി ഇങ്ങനെ എന്നെ വീട്ടുവിശേഷത്തിലേക്ക് വരണമെന്ന് വെച്ചാൽ അതിന് കാരണക്കാരൻ പയ്യന്ന് മുരളിച്ചേട്ടന് വന്ന അന്ന് ഭയങ്കര തിരക്കുള്ള സംവിധാനം. അപ്പോൾ രാജീവ് ചെയ്തുകൊണ്ടിരുന്ന രാജീവിനെ എന്തോ തിരക്ക് പിടിച്ചിട്ട് മുരളിച്ചേട്ടനെ വിളിക്കുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ പുതിയൊരാളിനെ തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം പറഞ്ഞ ഒരു പുതിയ ആളെ അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു, ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാമെന്നുള്ളൊരു ഗ്യാരണ്ടിയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് മാത്യൂസ് കൂനമ്മ എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം അവിടെ ചെന്ന് പിന്നെ അതങ്ങ് ചെയ്തു. അത് ക്ലിക്കായി ആ നാടകം ഭയങ്കര വിജയമായിരുന്നു. 3 വർഷം കളിച്ചു. അവിടെ നിന്ന് പിന്നെ ഗായത്രി ഇങ്ങനെ വന്നാണ്. പിന്നെ അതൊരു കഥയെ മുതലാണ്. അതൊരു കഥയും കടലുകൾ കടന്നു. ആ വർഷത്തെ 2 നാടകങ്ങളാണ്. ജോർജ് കട്ടപ്പനയുടെ കടലുകൾ കടന്നു, മുഹാദിൻ്റെ അതൊരു കഥയാണ്. ഈ അതൊരു കഥ എന്നുള്ള നാടകം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ സംശയം എന്ന് തോന്നുന്നു. അപ്പം പ്രൊഡ്യൂസർ ഉണ്ണിയായിരുന്നു, നമ്മളെ ആരാധന ദിവ്യ ഉണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയാണ് പ്രൊഡ്യൂസർ. പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്, എന്നാ ഇത് നമുക്ക് എങ്ങനെ ഇത് ശരിയാവുമോ എന്ന് ചോദിച്ചു. നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ? എന്നാൽ തീർച്ചയായിട്ടും ചലഞ്ചാണ്. പക്ഷേ ഈ ചലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റിൻ്റെ ഒരു റൂട്ട് ഭയങ്കര. അതായത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നാടകം ഞാൻ ഇതുവരെ അങ്ങനെ അത്ര ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നാടകമായിരുന്നു. അത് തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റേജിൽ 2 നിന്നാണ് നാടകം തുടങ്ങുന്നത്. അപ്പോൾ മൊഴിയും അതേപോലെ, മൊഴി അതിൻ്റെ വേറൊരു പേരാണ്.
അങ്ങനെ തുടങ്ങിയിട്ട് ആ നാടകം സഞ്ചരിക്കുന്ന റോഡ്, ട്രെയിന്, മറ്റത് മറിച്ചത്, കോടതി, അന്ന് ഇന്റർവെല്ലുള്ള സമയമാണ്. ഇന്റർവെല്ലും ഒക്കെ, ഇന്റർവെല്ലൊക്കെ കോടതി എന്ന് വന്നിട്ട് ഇവർ രണ്ടുപേരും വേറെ പിരിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ട്രെയിനിനകത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നതാണ്. ജനത്തിന് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ കാണിച്ചു വരും. അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. അതുപോലെ പ്രേക്ഷകർക്കൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട്. കാര്യം ഓച്ചിറ മഹിമയുടെ വികലാംഗ വർഷം എന്നൊരു നാടകം, അത് ഇപ്പൊ ഹിറ്റ് സിനിമയായ കുഞ്ഞിക്കുനിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്നത് സുരേഷ് ഏട്ടനാണ്. അത് മറ്റേ ദിലീപേട്ടൻ ചെയ്ത മറ്റേ വേഷം ഉണ്ടല്ലോ, കുഞ്ഞിക്കൂനല്ല, മറ്റേ പ്രസാദ് ആ ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വേണക്കുട്ട സാറിന്റെ കൂടെ ആയിരുന്നു സുവർണരേഖ. സാറിനെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരുന്നത്. സുവർണരേഖ നാടക സംഘത്തിൽ രാമാനിയ സാറിന്റെയും ഗോപിനാഥ് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് പ്രകത്തിന്റെ ഒരു നാടകം സാറിന്റെ നിന്നെന്ന് സാറിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ വാങ്ങിക്കുക. സാറിനൊക്കെ അന്ന് സംഘടനയുടെ നാടകങ്ങളൊക്കെ ചെയ്ത് ഇന്ദുലേഖ സ്വാധീനങ്ങളൊക്കെ ചെയ്ത് സാറിങ്ങനെ സ്റ്റാർ. അപ്പൊ ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് സാറ് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല സാർ, സാറിൻ്റെ കൂടെ നിൽക്കണം, നാടകം എന്താണെന്ന് പഠിക്കണം. അങ്ങനെ സാറിൻ്റെ കൂടെ കയറിയിട്ട് അവിടെ നിന്ന് കോക്കേഷ്യൻ ജോക്ക് സർക്കിൾ എന്ന് പറയുന്ന ബൃഹത്തിൻ്റെ നാടകത്തിൽ ഇന്ന വേഷം അസ്ഡക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഇന്നയാൾ ചെയ്യണം എന്ന് രാമാനുജൻ സാർ, അവിടെ നിന്നാണ് നമുക്ക് ഒരു ദൈവാധീനം ഉണ്ടാകും, ഗുരുത്വം ഉണ്ടാകും. സാറ് പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ സാറ് പ്രൊഫഷനിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ അവിടേക്ക് സാറിനെ കൊണ്ടുവരികയും ഒരു 4 വേഷം ചെയ്തുകൊണ്ടാണ് പ്രൊഫഷനിൽ വരുന്നത്. 4 വേഷമാണ് ചെയ്യുന്നത്. ആ സമയത്ത് 4 വേഷം കയ്യിൽ കിട്ടി അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ അന്ന് മുതലേ നാടകത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും ഞാൻ പലപ്പോഴും പോകാനിടത്തൊക്കെ ഞാൻ തമാശ, ഞാനിത് ഒന്നും ഈ സ്കൂൾ ഓഫ് ഡ്രാമയെന്നോ മറ്റൊന്നോ പഠിച്ചിട്ട് നമ്മൾ വന്നതല്ല. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ വാചകം, സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ സമീപിച്ചു. നാടകത്തെ വളരെ സീരിയസ് ആയിട്ട് സത്യസന്ധമായിട്ട് നമുക്കറിയാമെന്നുള്ളത് ഒരു ഭയത്തോടു കൂടി അതിൻ്റെ ഒരു ഫലം ഇങ്ങനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സുരേഷ് ഏട്ടാ, മുഖാദ് മാഷേ. കാര്യം 2023 ഞാൻ പറഞ്ഞതുപോലെ എല്ലാ നാടകങ്ങളും ഹിറ്റായി. 2024 നിങ്ങളുടെ നാടകങ്ങളെല്ലാം ഹിറ്റാവട്ടെ. നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിൽ നിന്ന്. ആ ഒരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നാടകങ്ങൾ പിറക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം, നന്ദി.